ഹലോ ഗായ്സ്, വെൽക്കം ടു MS സൊല്യൂഷൻ. മക്കളെ, നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ പഠിക്കുക എന്നുള്ള ഒരു മൈൻഡ് മാപ്പ് നോക്കുക കേട്ടോ. ആദ്യം നോക്കിക്കോ, ഹിസ്റ്ററിയിൽ ഒന്നാമത്തെ ചാപ്റ്റർ എങ്ങനെ നോക്കാം? ഫ്യൂഡലിസം അല്ലെ. നമുക്കറിയാം, ആദ്യം യൂറോപ്പിൽ ഉണ്ടായത് ഫ്യൂഡലിസം ആണ്. പിന്നീട് എന്തായിട്ട് മാറി? നവോത്ഥാനം ഉണ്ടായി അല്ലെ. ആ നവോത്ഥാനം ആദ്യം ഉണ്ടായത് എവിടെയാണ് മക്കളെ? ഇറ്റലിയിൽ നവോത്ഥാനം ഉണ്ടാവാൻ എത്ര കാരണങ്ങളുണ്ട് നോക്കിക്കോ. പ്രധാനമായിട്ടും 4 കാരണങ്ങളുണ്ട്. ഒന്ന്, വ്യാപാരികളെ പ്രത്യേകത, ഫീച്ചേഴ്സ് ഓഫ് ദ ട്രേഡേഴ്സ് അല്ലെ. ബുക്ക് കീപ്പിംഗ്, ബാങ്കിങ്, ഇൻഷുറൻസ്, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതാ. കുരിശുദ്ധം നമുക്കറിയാം, യുദ്ധം ഉണ്ടായത് ക്രിസ്ത്യൻസും ഇസ്ലാമിക് എംപയർ ഒക്കെ തമ്മിൽ ഉണ്ടായത്. പ്ലാഗ് ഉണ്ടായപ്പോൾ തൊഴിലാളികൾക്ക് ആ ഒരു കാര്യം. പിന്നെ അറ്റാക്ക് ഓഫ് തുർക്കിയുടെ ആക്രമണം. ഈ 4 കാര്യങ്ങൾ പഠിച്ചാൽ അതിന്റെ കാരണം സെറ്റ് എക്സാമിന് എസ്എ ക്വസ്റ്റ്യൻ സെറ്റ് ആകും നമുക്ക് കേട്ടോ. ഞാൻ അടുത്ത് നോക്കിക്കോ, ഇൻഫ്ലുവൻസ് ഓഫ് റിനൈസൻസ്, നവോത്ഥാനത്തിന്റെ സ്വാധീനം പല മേഖലകളിൽ ഉണ്ടായിട്ട്. എന്തൊക്കെയാണ്? ഒന്ന്, പെയിന്റിങ്ങിന്റെ കാര്യത്തിൽ നമ്മൾ കുറെ പെയിന്റേഴ്സിനെ പറഞ്ഞല്ലോ, അത് സ്കൾപ്ചർ, അതേപോലെ തന്നെ ശില്പകല, ആർക്കിടെക്ചർ, വാസ്തുവിദ്യ, ഹിസ്റ്റോറിയോഗ്രഫി, ചരിത്രരചന, അതേപോലെ സയൻസ്, ശാസ്ത്രമൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ഉള്ള കാര്യങ്ങൾ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഇനി നോക്കണം കേട്ടോ, അടുത്ത് നോക്കിക്കോ, റിഫോർമേഷനും കൗണ്ടർ റിഫോർമേഷനും. ഇത് റിനൈസൻസിന്റെ ഭാഗമായിട്ടുണ്ടായതാ. മതനവീകരണം, നമുക്ക് കത്തോലിക്ക ചർച്ചിനെ കുറിച്ചും മാർട്ടിൻ ലൂതറൊക്കെ നമ്മൾ പറഞ്ഞത്. അതേപോലെ കൗണ്ടർ റിഫോർമേഷൻ വളരെ സിമ്പിൾ ആണ്, പ്രതിമത നവീകരണം. ഇത്രയും പഠിച്ച് നമ്മൾ അടിപൊളിയായിട്ട് നമുക്ക് എന്താ എക്സാം പോവാ, സെറ്റ് ആക്കാം. ഓക്കെ ആണല്ലോ, ഡൺ.